കടന്നു വരുവാൻ കർത്താവ് ഒരുക്കി തന്ന അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിങ്ങിനകത്തായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇതിന്റെ മുന്നിൽ നിന്ന് പ്രവർത്തിപ്പാൻ പ്രിയ സന്ധ്യ സിസ്റ്റർ ദൈവം ബലപ്പെടുത്തുന്നതിനായിട്ട് സ്തോത്രം. മറ്റ് വിവിധ രാജ്യങ്ങളിലിരുന്ന് കർത്താവിന്റെ വചനം ശ്രദ്ധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ലോകരാജ്യങ്ങൾക്ക് വേണ്ടി, ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവത്തിന്റെ ദാസന്മാർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. പ്രത്യേകിച്ചും ഡാളസ് പ്രെയർ ലൈനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഈ സമയം ഈ മീറ്റിങ്ങിനകത്തായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ വേലയിൽ വളരെ പ്രയോജനപ്പെടുന്ന എല്ലാ ദൈവദാസന്മാരെയും ദൈവദാസിമാരെയും ഒറ്റ വാക്കിൽ കർത്താവിന്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. സ്തോത്രം. ഞാൻ അല്പസമയമായി ജോയിൻ ചെയ്ത സമയത്ത് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവിക സന്ദേശമായിരുന്നു ഇതിനകത്ത് മുഴങ്ങിക്കേട്ടത്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവിക സന്ദേശം. സ്തോത്രം. മോശ പറയുന്ന ഭാഗം, തിരുസാന്നിധ്യം എന്നോട് കൂടെ ഇല്ലെങ്കിൽ ഞങ്ങളെ അയക്കരുതേ. സ്തോത്രം. അത് വളരെ കാലങ്ങൾക്ക് മുൻപ്, വളരെ വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ പിതാവ് ഒരു കർത്താവിന്റെ ദാസനാണ്. അദ്ദേഹം ഇരുന്ന ഒരു ചർച്ചിൽ ശുശ്രൂഷിച്ച ദൈവവചന ചിന്ത പെട്ടെന്ന് എൻ്റെ ഉള്ളിലോട്ട് ഓടി വന്നു. സ്തോത്രം. അന്ന് എൻ്റെ പിതാവ് കരഞ്ഞുകൊണ്ട് ആ വചനം സംസാരിച്ചത് ഞാനിങ്ങനെ ഓർക്കാനിടയായി. സ്തോത്രം. ഇന്ന് ഈ സമയത്തും നമുക്ക് ഒരുമിച്ച് ഒന്ന് കർത്താവിനോട് പറയാൻ കഴിയട്ടെ. കർത്താവിന്റെ ദാസനെ ഇങ്ങനെ ഓർമ്മിപ്പിക്കാൻ ഇടയായാലും ഇന്ന് സൗകര്യങ്ങളുണ്ട്, കെട്ടിടങ്ങളുണ്ട്, ഒരുപാട് മീറ്റിങ്ങുകളുണ്ട്, ഒത്തിരി കൂട്ടായ്മകളും കൂടിവരവുകളും ഒക്കെ ഉണ്ട്. പക്ഷെ കർത്താവ് ഉണ്ടോ എന്ന് ഉറപ്പിക്കുക. കർത്താവ് ആ കൂടിവരവുകൾക്ക്, കർത്താവിന്റെ സാന്നിധ്യം അതിനകത്ത് വെളിപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പിക്കുക. വളരെ ചിന്തനീയമായ, വളരെ ഹൃദയത്തോട് ഇടപെടുന്ന ദൈവവചന ചിന്തകൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ കർത്താവിന്റെ ദാസനെ ഇനിയും കർത്താവ് അധികമായിട്ട് ബലപ്പെടുത്തട്ടെ. ഈ സമയം ഈ മീറ്റിംഗിൽ ജോയിൻ ആയിരിക്കുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. ദൈവത്തിന്റെ കരം കൂടെ ഇരിക്കും. സ്തോത്രം. വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. എന്നെ പിന്നെയും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇതിനു മുൻപ് പലതവണ ഞാൻ ഈ സ്തോത്രം ഡാളസ് പ്രെയർ ലൈനിൽ വന്നിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, ദൈവവചനം പങ്കുവച്ചിട്ടുണ്ട്, അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. വീണ്ടും ഒരിക്കൽ കൂടെ കടന്നു വരാൻ ദൈവം ഇടയാക്കിയല്ലോ. സന്ധ്യ സിസ്റ്റർ പലതവണ എന്നോട് ഇങ്ങനെ ചോദിക്കാൻ ഇടയായി. എന്നാൽ പല തിരക്കുകൾ കൊണ്ടും കടന്നു വരാൻ കഴിഞ്ഞില്ല. ഇന്ന് സമയം കണ്ടെത്തി ഈ ഒരു ടൈം കൊടുക്കാൻ ദൈവം കൃപ ചെയ്തതിനായിട്ട് സ്തോത്രം. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് കൂട്ടായി തന്നത് ഒരു ദൈവദാസനെയാണ്. പാസ്റ്റർ അജയ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. 2 ആൺകുഞ്ഞുങ്ങൾ ഞങ്ങൾക്കുണ്ട്. മൂത്ത ആള് അഡോൺ ഇമ്മാനുവൽ അജയ്, രണ്ടാമത്തെ മോൻ ആൽഫ് ക്രിസ്റ്റോ അജയ്. സ്തോത്രം. ഈ കർത്താവിന്റെ ദാസനുമായിട്ടുള്ള വിവാഹം നടക്കുന്നത് 2012 അപ്പോൾ ഇദ്ദേഹം ഈ വിവാഹത്തിന് മുൻപ് ഒരു 6 വർഷം മുൻപ് പലതവണ 40 ദിവസം ഉപവാസവും 21 ദിവസം ഉപവാസവും ഒക്കെ ഇരിക്കുന്ന ഒരു സ്വഭാവമുള്ള ആളായിരുന്നു. അങ്ങനെ ചില വർഷങ്ങൾക്ക് മുൻപ് 40 ദിവസം ഉപവാസം കഴിഞ്ഞ് വളരെ ശാരീരികമായ ക്ഷീണത്തോടെ, സ്തോത്രം, ശരീരം വളരെ ക്ഷീണിച്ച് സ്ഥൂലിച്ച അവസ്ഥയിലാണ്. സ്തോത്രം. അന്ന് തന്റെ കൂട്ടുകാർ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഇങ്ങനെ ചോദിക്കാനിടയായി, നിനക്ക് ഒരു വിവാഹം നടക്കുമോ? നിനക്കൊരു വിവാഹം നടക്കുമോ? നീ ഇങ്ങനെ ഇത്രയും മെലിഞ്ഞുണങ്ങിയ സ്ഥിതിക്ക് നിനക്ക് എവിടെ നിന്നാണ് ഒരു വിവാഹം നടക്കാൻ പോകുന്നത്? നീ ഇങ്ങനെ തുടരെ ഉപവാസവും പ്രാർത്ഥനയുമായിട്ടിരുന്നാൽ നിന്റെ ശരീരത്തിന്റെ ആരോഗ്യം ക്ഷയിക്കുകയല്ലേ എന്ന് ചോദിച്ചപ്പോൾ കർത്താവിന്റെ ദാസൻ ഇങ്ങനെ അവരോട് പറഞ്ഞു, എനിക്ക് ജനിക്കാൻ പോകുന്നത് ഒരാൺകുഞ്ഞായിരിക്കുമെന്ന് പറഞ്ഞു. എനിക്ക് ജനിക്കാൻ പോകുന്നത് ഒരാൺകുഞ്ഞായിരിക്കുമെന്ന്. അന്നേരം വിവാഹം നടക്കുമെന്നല്ല പറഞ്ഞത്, പകരം അതിനേക്കാൾ ഒരു പടി മുന്നോട്ട് വിശ്വാസത്തിന്റെ അടുത്ത ഒരു വാക്ക് പറയാൻ ദൈവം കൃപ ചെയ്തു. സ്തോത്രം. അതെല്ലാം കഴിഞ്ഞ് 6 വർഷങ്ങൾ കൂടെ കഴിഞ്ഞാണ് ഞങ്ങളുടെ വിവാഹം നടക്കുന്നത്. സ്തോത്രം. ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവെ, ദൈവം ഒരു ആൺതലമുറയെ തന്നാൽ കർത്താവിന്റെ നാമത്തിന് വേണ്ടി കൊടുക്കാം, കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന രീതിയിൽ കൊടുക്കാം. ഞാൻ വീട്ടിലെ മൂത്ത മകളാണ്. ഞാൻ ജനിക്കുന്നതിന് മുൻപേ എൻ്റെ മാതാവും പിതാവും ദൈവവേലയ്ക്ക് എന്നെ നേർന്നതാണ്.
എന്നാൽ നല്ല വിദ്യാഭ്യാസം മാതാപിതാക്കൾ തന്നു. സ്തോത്രം. ദൈവം അവർക്ക് അതിനുള്ള കൃപ കൊടുത്തു. കോളേജ് അധ്യാപികയായിട്ട് ജോലി ചെയ്യുന്ന സമയത്താണ് കർത്താവിന്റെ ദാസനുമായിട്ടുള്ള വിവാഹം. 2013 കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പൂർണ്ണ സമയം വേർതിരിക്കുവാൻ ദൈവം കൃപ ചെയ്തു. ഇന്നും ആ രീതിയിൽ തന്നെ കർത്താവ് അയക്കുന്ന ഇടങ്ങളിൽ, മറ്റ് രാജ്യങ്ങളിലൊക്കെ കർത്താവിന്റെ വചനവുമായിട്ട് കടന്നു പോകാൻ ദൈവം സഹായിക്കുന്നു. സ്തോത്രം. അങ്ങനെ സ്തോത്രം, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു, പ്രാർത്ഥന ആരംഭിച്ചു. സ്തോത്രം. എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. മോനെ കൺസീവ് ചെയ്ത സമയത്തും ഡെലിവറി നടക്കുന്ന അന്ന് വരെ കോളേജിൽ ജോലിക്ക് പോയി. കോളേജിൽ നിന്ന് വന്ന് നേരെ തിരുവല്ലയിലെ TMM ഹോസ്പിറ്റലിലേക്ക് വരികയാണ് ചെയ്തത്. ഹോസ്പിറ്റലിൽ വന്നു, നേരെ എന്നെ ലേബർ റൂമിലേക്കാണ് കൊണ്ടുപോയത്. സ്തോത്രം. എന്തായാലും ദൈവത്തിന്റെ കൃപയാൽ ആദ്യം ജനിച്ചത് ഒരു ആൺകുഞ്ഞാണ്. സ്തോത്രം. അന്ന് കർത്താവിന്റെ ദാസൻ പറഞ്ഞ വാക്കിനെ ദൈവം മാനിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം ഒരു ആൺതലമുറയെ തരണമെന്ന്. ദൈവം അങ്ങനെ ഒരു കുഞ്ഞിനെ തന്നു. സ്തോത്രം. കുഞ്ഞു ജനിച്ചു. ഹോസ്പിറ്റൽ ബില്ലുകളെല്ലാം പേ ചെയ്ത് കഴിഞ്ഞപ്പോൾ തിരികെ വീട്ടിൽ പോകാൻ വാഹനം റെഡിയാക്കാൻ നമ്മുടെ കയ്യിൽ ആ സമയത്ത് പണമൊന്നുമില്ലാതെ വളരെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സ്തോത്രം. പാർക്കുന്ന ഭവനത്തേക്ക് പോകാൻ അല്പ ദൂരമുണ്ട്. അങ്ങനെ വളരെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ക്രിസ്തുവിൽ വിശ്രമിക്കുന്ന പവർവിഷനിലെ ഗിറ്റാർ ബീച്ചായനെ കർത്താവിന്റെ ദാസൻ വിളിക്കാനിടയായി തീർന്നു. സ്തോത്രം. ആ ദേവദാസനുമായിട്ട് വളരെ അടുത്ത ഒരു സ്നേഹബന്ധം ഞങ്ങൾക്കുണ്ടായിരുന്നു. ആ ദേവദാസനെ വിളിച്ചപ്പോൾ അവർ അന്ന് ടീം വർക്കിന് ഉപയോഗിക്കുന്ന ഒരു ഫുൾ AC വാനുമായിട്ട് അവർ വരികയും ആ വാനിനകത്ത് ഞങ്ങളെ കയറ്റി, എന്നെയും കുഞ്ഞിനെയും കയറ്റി ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ കൊണ്ടാക്കുകയും ചെയ്തു. അന്ന് ഞങ്ങൾ ആരാധനയ്ക്ക് വേണ്ടിയിട്ട് വാടകയ്ക്കെടുത്ത ഒരു കീബോർഡ് അന്ന് ആ വീടിനകത്ത് ഇങ്ങനെ ഹോളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. സ്തോത്രം. പെട്ടെന്ന് കർത്താവിന്റെ ദാസൻ ബീച്ചാനായിട്ട് പറഞ്ഞു, അച്ചായ കുഞ്ഞിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, ആദ്യമായിട്ട് വരികയല്ലേ, ആദ്യത്തെ അന്തരീക്ഷമല്ലേ, പ്രാർത്ഥിക്കണം. സ്തോത്രം. ബീച്ചായൻ ചെയ്തത് നേരെ കുഞ്ഞിനെ അവിടെ ഉണ്ടായിരുന്ന ആ കീബോർഡിന്റെ മുകളിലോട്ട് കിടത്തി അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ കുഞ്ഞ് 8ാമത്തെ വയസ്സ് മുതൽ കീബോർഡ് വായിച്ച് കർത്താവിനെ ആരാധിക്കുന്ന, അനേകം സ്ഥലങ്ങളിൽ കർത്താവിനെ വർഷിപ്പ് ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു കീബോർഡിസ്റ്റ് ആയിട്ട് മാറണം. ഇവന്റെ കൈകളെ അതിനുവേണ്ടി അഭ്യസിപ്പിക്കണമെന്ന് അദ്ദേഹം പ്രാർത്ഥിക്കാൻ ഇടയായി തീർന്നു. അന്ന് അദ്ദേഹം ഒരു പ്രവാചകനോ ഒരു സ്തോത്രം ദൈവജന ശുശ്രൂഷ ചെയ്യുന്ന ഒരാളല്ല, കേവലം ഒരു മ്യൂസീഷ്യനായിട്ട് മാത്രം അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്. സ്തോത്രം. അന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. കൃപയാൽ ദൈവജനത്തോട് ഒരു സാക്ഷ്യം എന്ന രീതിയിൽ തന്നെ പറയട്ടെ, 8ാമത്തെ വയസ്സ് മുതൽ പൊതുവേദികളിൽ കർത്താവിന്റെ നാമത്തെ ഉയർത്താൻ, സ്തോത്രം, 8ാമത്തെ വയസ്സിലാണ് പൊതുവേദികളിൽ കീബോർഡ് വായിക്കാൻ തുടങ്ങിയത്. എന്നാൽ 5ാമത്തെ വയസ്സ് മുതൽ കീബോർഡ് വായിച്ച് കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ ഞങ്ങളുടെ മൂത്ത പൈതലിനെ ദൈവം ഉപയോഗിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അദ്ദേഹത്തിന് 12 വയസ്സുണ്ട്. മാത്രമല്ല അദ്ദേഹം സ്തോത്രം സ്കൂളിലെ ഒരു ICSE സിലബസിലാണ് പഠിക്കുന്നത്. അദ്ദേഹം ICSE സിലബസിന്റെ കേരള ടീമിനകത്ത് ഒരു ടീം മെമ്പർ ആയിട്ട് ദൈവം ആ കുഞ്ഞിനെ സെലക്ട് ചെയ്യാൻ ഇടയായി തീർന്നു. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം, ദൈവത്തിന് നമ്മുടെ തലമുറകളെ കുറിച്ച്, നമ്മെ കുറിച്ച് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. സ്തോത്രം. തുടക്കത്തിൽ ഞാൻ ഇതൊരു ചെറിയ സാക്ഷ്യമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ദൈവത്തിന് നമ്മെക്കുറിച്ചും നമ്മുടെ ഭവനത്തെക്കുറിച്ചും നമ്മുടെ കുടുംബത്തെക്കുറിച്ചും നമ്മുടെ തലമുറകളെ കുറിച്ചും ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട്. സ്തോത്രം. ഇന്ന് ഈ മീറ്റിങ്ങിനകത്തിരിക്കുന്ന ഓരോരുത്തരോടും എനിക്ക് കൈമാറാനുള്ള ആദ്യത്തെ ഒരു ദൂത് അത് തന്നെയാണ്. ദൈവത്തിന്റെ പദ്ധതികൾ വലുതാണ്. ദൈവത്തിന്റെ പദ്ധതികൾ ഏതൊക്കെയാണെന്ന് പലപ്പോഴും നമുക്ക് അറിയാൻ കഴിയാറില്ല. പലപ്പോഴും നാം അറിയാതെ പോകുന്നു. ദൈവത്തിന്റെ വഴികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ദൈവത്തിന് പല വഴികളുണ്ട്. സ്തോത്രം. നമുക്കാണ് ഒരു വഴി, പക്ഷെ ദൈവത്തിന് പല വഴികളുണ്ട്. ദൈവത്തിന് പല വഴികളിലൂടെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയും. സ്തോത്രം. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ വൈകിയ സമയം, സ്തോത്രം, ഇവിടെ രാത്രിയാകുന്നു. എന്നാൽ സ്തോത്രം ഡാളസിൽ മോർണിംഗ് ടൈം ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മോർണിംഗ് കഴിഞ്ഞ് അല്പം കൂടെ ടൈം മുന്നോട്ട് പോയി കാണുമല്ലോ. അതുപോലെ വിവിധ രാജ്യങ്ങളിൽ വിവിധ സമയങ്ങളിൽ ഇരുന്ന്
കർത്താവിന്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരു ദൈവവചന ചിന്ത ഞാനിങ്ങനെ ഓർമ്മിപ്പിച്ചിട്ട് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 5-6 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 5-ഉം 6-ഉം വാക്യങ്ങൾ. ഫസ്റ്റ് സാമുവേൽ ചാപ്റ്റർ 1 വേർഡ്സ് 5 and 6. ഹന്നയ്ക്കോ അവൻ ഹന്നയെ സ്നേഹിക്കൊണ്ട് ഇരട്ടി ഓഹരി കൊടുക്കും. സ്തോത്രം. ഹന്നയ്ക്കോ അവൻ ഹന്നയെ സ്നേഹിക്കൊണ്ട് ഇരട്ടി ഓഹരി കൊടുക്കും. എന്നാൽ യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നു. യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നതിനാൽ അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിപ്പാൻ തക്കവണ്ണം വളരെ മുഷിപ്പിച്ചു. സ്തോത്രം. വളരെ മുഷിപ്പിച്ചു. കർത്താവിന്റെ വചനം എല്ലാവർക്കും അറിയാവുന്ന, എല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു ദൈവവചന ഭാഗമാണ്. സ്തോത്രം. ഇസ്രായേലിന്റെ തന്നെ പ്രഥമ രാജാക്കന്മാരുടെ ചരിത്രം എഴുതിയിരിക്കുന്ന പുസ്തകമാണ് ശമൂവേലിന്റെ പുസ്തകം. രാജകീയ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ പുസ്തകത്തിന്റെ ആദ്യത്തെ 2 അധ്യായങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് പ്രാർത്ഥിച്ച് ശമൂവേലിനെ മേടിച്ച ഹന്നയെ കുറിച്ചാണ്. പ്രാർത്ഥിച്ച് ശമൂവേലിനെ മേടിച്ച ഹന്നയെ കുറിച്ചാണ്. സ്തോത്രം. ഹന്നയെ കുറിച്ച് അനേക പ്രസംഗങ്ങളും അനേക ചിന്തകളും നാം കേട്ടിട്ടുണ്ടെങ്കിലും ഇന്ന് ഞാൻ ചില കാര്യങ്ങൾ അതിനകത്തുനിന്ന് വ്യത്യസ്തമായിട്ട് കൈമാറാൻ ആഗ്രഹിക്കുക. സ്തോത്രം. ഹന്ന ശമൂവേലിനെ പ്രാർത്ഥിച്ച് മേടിക്കുന്നത് 4 അസാധ്യതകളെ തരണം ചെയ്തുകൊണ്ടാണ്. 4 അസാധ്യമായ കാര്യങ്ങളെ തരണം ചെയ്തുകൊണ്ടാണ്. സ്തോത്രം. അപ്പോൾ പ്രാർത്ഥിക്കുന്നവരുടെ മുന്നിൽ തടസ്സങ്ങൾ വരാം, പ്രാർത്ഥിക്കുന്നവരുടെ മുന്നിൽ അസാധ്യമായ കാര്യങ്ങൾ വരാം, പ്രാർത്ഥിക്കുന്നവരുടെ മുൻപിൽ തരണം ചെയ്യാൻ പറ്റാത്ത വിഷയങ്ങൾ വരാം. പക്ഷെ ഇന്ന് ഈ സമയം ഈ മെസ്സേജിന്, ഈ ഒരു ദൈവിക സന്ദേശത്തിന്, സ്തോത്രം, നമ്മെ ചലിപ്പിക്കുവാൻ, നമ്മുടെ ഹൃദയത്തെ തൊടുവാൻ, നമ്മുടെ ജീവിതത്തെ തൊടുവാൻ കഴിഞ്ഞാൽ അതൊരു അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സ്തോത്രം. 1-ാമത്തെ തടസ്സം എന്ന് പറയുന്നത് ദൈവം ഗർഭമടച്ചു. വചനം പറയുകയാണ് ഹന്നയുടെ ഗർഭത്തെ, എന്നാൽ യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നു. യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നു. ഒരു കാര്യം വ്യക്തമാണ്, ദൈവം എന്തെങ്കിലും കാര്യമില്ലാതെ ഒരാളുടെ വഴിയും വാതിലും ഗർഭവും അടയ്ക്കുകയില്ല. സ്തോത്രം. ദൈവത്തിന് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാകും. സ്തോത്രം. ദൈവം ഒരു ഉദ്ദേശമില്ലാതെ ഒരാളുടെ ജീവിതത്തിലും ഒരു വാതിലുകളും ഒരു വഴിയും ഒരു നന്മകളും അടച്ചു കളയത്തില്ല. ദൈവത്തിന്റെ പദ്ധതികൾ അതിന്റെ പുറകിലുണ്ട്. സ്തോത്രം. അടുത്ത ഒരു കാര്യം, ദൈവം അടച്ച ഒരു കാര്യം എന്നേക്കും അടച്ചെന്നും കരുതണ്ട, എന്നേക്കും ദൈവം അത് അടച്ചെന്നും പറയണ്ട. സ്തോത്രം. ദൈവം അടച്ചത് തുറക്കണമെങ്കിൽ പ്രാർത്ഥന കൊണ്ട് നടക്കും. സ്തോത്രം. ഈ സമയം ആത്മാവിൽ എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും ദൈവാത്മാവിൽ കൈമാറട്ടെ. ദൈവം അടച്ചതിനെ തുറക്കാൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കഴിയട്ടെ. സ്തോത്രം. ദൈവം വാതിലടച്ചു, ദൈവം ഗർഭമടച്ചു, പക്ഷെ പ്രാർത്ഥിച്ച ഹന്നയുടെ മുൻപിൽ ആ ഗർഭം തുറന്നു എന്ന വചനം കാണുകയാണ്. സ്തോത്രം. ഈ സമയം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് ദൈവവചനത്തിന്റെ ചിന്തയിൽ നിന്നുകൊണ്ട് തന്നെ കൈമാറാം. പ്രാർത്ഥിച്ച് ചില വാതിലുകളെ നമുക്ക് തുറക്കാൻ കഴിയട്ടെ. പ്രാർത്ഥിച്ച് ചില വാതിലുകളെ തുറക്കാൻ, പ്രാർത്ഥിച്ച് ചില തടസ്സങ്ങളെ തരണം ചെയ്യാൻ, പ്രാർത്ഥിച്ച് ചില പ്രതിസന്ധികളെ തരണം ചെയ്യാൻ, പ്രാർത്ഥിച്ച് ചില വെല്ലുവിളികളെ തരണം ചെയ്യാൻ, പ്രാർത്ഥിച്ച് ചില പ്രതികൂലങ്ങളെ മറികടക്കാൻ ഈ സമയം ദൈവാത്മാവിൽ കൃപ പ്രാപിച്ച ദൈവജനത്തിന് കഴിയട്ടെ. സ്തോത്രം. ദൈവം അടച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. സ്തോത്രം. ചില വളരെ കരയാറുണ്ട്, എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് ഇത്രയും വർഷങ്ങളായിട്ട് ഒരു മറുപടിയും കാണുന്നില്ല, എന്തുകൊണ്ട് ഇത്രയും കാലങ്ങളായിട്ട്, ഇത്രയും മാസങ്ങളായിട്ട് ഒരടയാളം പോലും കാണുന്നില്ല, എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ദൈവം മൗനമായിരിക്കുന്നു. ദൈവത്തിന്റെ വചനം നാം പഠിക്കുമ്പോൾ ആവർത്തന പുസ്തകത്തിലാണ്
കർത്താവിന്റെ വചനം എഴുതിയിട്ടുണ്ട്, മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട്. ദൈവം മറച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ട്. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിനുള്ളവയാണ്. സ്തോത്രം. ചില വഴികൾ അടയുന്നെങ്കിൽ, ചില വാതിലുകൾ അടയുന്നെങ്കിൽ, ചില പദ്ധതികൾ അടയുന്നെങ്കിൽ, ദൈവം മറച്ചു വച്ചിരിക്കുന്ന ദൈവിക പദ്ധതികൾ അതിന്റെ പുറകിലുണ്ട്. സ്തോത്രം. ഈ സമയം ആത്മാവിൽ ഞാൻ കൈമാറാം. നാം പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ദൈവം നമ്മെക്കുറിച്ചും നിരൂപിക്കുന്ന നിരൂപണങ്ങൾ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങളെന്ന് അവൻ ഈ സമയം ആമേൻ പറയാൻ കഴിയുന്നവർക്കായി സ്തോത്രം. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര, സഹോദരി, മാതാവേ, പ്രിയ കുഞ്ഞെ, അവൻ ഈ സമയം ആത്മാവിലും ഏറ്റെടുക്ക. ദൈവം എന്റെ ജീവിതത്തിൽ അവൻ വഴികൾ അടച്ചു എന്ന് ഞാൻ പറയുമ്പോഴും ദൈവത്തിന് അതിന്റെ പുറകിൽ ഒരു ഉദ്ദേശമില്ലേ? ദൈവത്തിനൊരു വഴി അതിന്റെ പുറകിലില്ലേ? ദൈവത്തിന് അതിന്റെ പുറകിൽ ഒരു വാതിൽ നമുക്ക് വേണ്ടി തുറന്നു തരാനില്ലേ? അവൻ ദൈവം നമ്മെ കൈവിടുകയല്ലല്ലോ. ദൈവം നമ്മെ കൈവിടുകയില്ല. ആരെല്ലാം കൈവിട്ടാലും കർത്താവ് നമ്മോട് ഇടപെടുകയാം. ആരെല്ലാം നമ്മെ കൈവിട്ടാലും വചനം പറയുന്നു, അവൻ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ആരുണ്ട് ഇത്ര നല്ല ഉറപ്പ് തരുന്ന, ഇത്ര അഷ്വറൻസ് തരുന്നത് ആരുണ്ട്? ആമൻ. കർത്താവ് പറയുക, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. വചനം ഇടപെടുകയാം. സ്തോത്രം. വചനം ചിലരോട് ശക്തമായി ഇടപെടുന്നു. ഞാൻ ഒറ്റയ്ക്കായി പോയി, ഈ പ്രതിസന്ധി ഞാൻ ഒറ്റയ്ക്കാണ്, ഈ രോഗാവസ്ഥയിൽ ഞാൻ ഒറ്റയ്ക്കാണ്, ഈ വേദനയിൽ ഞാൻ ഒറ്റയ്ക്കാണ്, ഈ നിരാശയിൽ ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് ആരുമില്ല, എന്നെ താങ്ങാൻ ആരുമില്ല, എന്നെ കാണാൻ ആരുമില്ല എന്ന് പരിഭവിക്കുകയും പരിതപിക്കുകയും ചെയ്യുന്ന ചില വ്യക്തിത്വങ്ങളോട് ദൈവാത്മാവ് ഇടപെടുന്നു. കർത്താവ് കൂടെയുണ്ട്. കർത്താവ് അറിയാതെ ഒരു മുടി പോലും കൊഴിയുകയില്ല. കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. ഞാൻ കണ്ടിട്ടില്ലാത്ത, നാം കണ്ടിട്ടില്ലാത്ത, നിങ്ങൾ കണ്ടിട്ടില്ലാത്ത വഴികൾ എവിടെയോ ദൈവം നമുക്ക് വേണ്ടി മറച്ചു വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അവൻ ഒന്നാമത്തെ തടസ്സം, ദൈവം ഗർഭമടച്ചു. ഇനി രണ്ടാമത്തെ തടസ്സം, കർത്താവിന്റെ വചനം നാം വായിച്ചത് ഇങ്ങനെയല്ലേ? സ്തോത്രം. അവൻ യഹോവ അവളുടെ ഗർഭമടച്ചിരുന്നതിനാൽ അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിപ്പാൻ തക്കവണ്ണം വളരെ മുഷിപ്പിച്ചു. അവൾ യഹോവയുടെ ആലയത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെയും ആണ്ടുതോറും അവൾ അങ്ങനെ ചെയ്തു പോന്നു. അവൾ അവളെ മുഷിപ്പിച്ചതുകൊണ്ട് അവൾ കരഞ്ഞു പട്ടിണി കിടന്നു. അവൻ എത്ര വേദനാജനകമായ അവസ്ഥയാലേ? സ്തോത്രം. രണ്ടാമത്തെ തടസ്സം, പ്രതിയോഗി മുഷിപ്പിക്കും. പ്രതിയോഗി മുഷിപ്പിക്കും. ഒന്നാമത്തേത് ദൈവം ഗർഭമടച്ച അവസ്ഥ. രണ്ട്, പ്രതിയോഗി മുഷിപ്പിക്കുന്നു. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ദൈവിക സത്യമാണ്. സ്തോത്രം. ദൈവം പ്രയോജനപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർക്കെതിരെ, അല്ലെങ്കിൽ ദൈവം പ്രയോജനപ്പെടുത്തുന്നവർക്കെതിരെ പ്രതിയോഗിയെ ദുഷ്ടൻ നിർത്തും. സ്തോത്രം. പ്രതിയോഗി എഴുന്നേൽക്കും. അത് ചിലപ്പോൾ ബന്ധുക്കളായിരിക്കാം, വീട്ടുകാരായിരിക്കാം, സ്വന്തക്കാരായിരിക്കാം, മാതാപിതാക്കളായിരിക്കാം, ഏറ്റവും വേണ്ടപ്പെട്ടവരായിരിക്കാം, സ്നേഹിതരെന്ന് പറയുന്ന കൂട്ടത്തിൽ പെട്ടവരായിരിക്കാം. സ്തോത്രം. ഇവിടെ വചനം പറയുന്നത് ഹന്ന ആലയത്തിലേക്ക് പോകുന്ന ആ സമയത്ത്, ആണ്ടിലൊരിക്കലാണ് ഹന്ന ആലയത്തിൽ പോകുന്നത്. ആ സമയത്ത് പെനീന മുഷിപ്പിക്കുകയാണ്. സ്തോത്രം. ഒരു ദൂത് ഇതിനോടുകൂടെ ചേർന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വീട്ടിൽ തീരാത്ത വിഷയം തീരുന്ന സ്ഥലമാണ് ദൈവത്തിന്റെ ആലയം. സ്തോത്രം. ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ ആരാധനാലയത്തിനകത്ത് നിറമനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ ആരാധനാലയത്തിനകത്ത് കയറി നിന്ന് ആരാധിക്കുന്ന ദൈവ പൈതലെ, വീട്ടിൽ തീരാത്ത വിഷയം, ഗവൺമെന്റ് കൊണ്ട് തീരാത്ത വിഷയം, നിയമം കൊണ്ട് തീരാത്ത വിഷയം, ഹല്ലേലൂയ, അഡ്വക്കേറ്റ് കൊണ്ട് തീരാത്ത വിഷയം, സ്തോത്രം, ആമേൻ, പണം കൊണ്ട് തീരാത്ത വിഷയം ആലയത്തിനകത്തു തീരും. ആലയത്തിനകത്തു വെച്ച് പരിഹരിക്കപ്പെടും. ദൈവത്തിന്റെ ആലയം ദൈവ സാന്നിധ്യം ഇറങ്ങുന്ന സ്ഥലമാണ്. ഹല്ലേലൂയ. സങ്കീർത്തനം 122:1 ദൈവത്തിന്റെ ദാസൻ പറയുന്നത് കേട്ടോ, ദൈവാലയത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിന്റെ പോക്ക് കാണുമ്പോൾ എനിക്കും അല്പം പ്രയാസമുണ്ട്. സ്തോത്രം. പെന്റക്കോസ്തിന്റെ ഒരു 3-ാം തലമുറയാണ് ഞാൻ. അമൻ. സ്തോത്രം. അമൻ. എനിക്കും അല്പം പ്രയാസമില്ലെന്ന് എനിക്ക് പറയാതിരിക്കാൻ വയ്യ.
ഇന്ന് ആമൻ സ്തോത്രം ഹോസ്പിറ്റലിൽ പോകാനും വില്ലേജ് ഓഫീസുകളിൽ പോകാനും ഗവൺമെന്റ് ഓഫീസുകളിൽ പോകാനും ആളുകൾക്ക് എല്ലാ ദിവസവും ടൈമുണ്ട്. സ്തോത്രം. ഹോസ്പിറ്റലിൽ പോയി എത്ര സമയം വേണമെങ്കിലും ക്യൂ നിൽക്കും. പക്ഷേ ഞായറാഴ്ച ആരാധന അല്ലെങ്കിൽ വിശുദ്ധ ആരാധന മുടക്കുന്ന എത്രയോ വ്യക്തിത്വങ്ങൾ, സ്തോത്രം, വീടടക്കം ആരാധന മുടക്കി വീടിനകത്ത് വിഭവസമൃദ്ധമായ ആഹാരമുണ്ടാക്കി കഴിച്ചു കിടന്നുറങ്ങുന്ന എത്രയോ കുടുംബങ്ങൾ, ആമേൻ സ്തോത്രം, ദൈവത്തെ ആരാധിക്കുന്നതിന് മാത്രം വിമുഖത കാട്ടുന്ന ഒരു വലിയ സമൂഹം, ആമേൻ സ്തോത്രം. എനിക്ക് പറയാൻ അല്പം പ്രയാസമുണ്ട്, എങ്കിലും ഞാൻ തുറന്നു പറയട്ടെ, ദൈവത്തെ ആരാധിക്കുന്നവരുടെ ഇടയിൽ തന്നെ മറ്റൊരു സമൂഹം വളർന്നു വരുന്നത് നാം കണ്ടുകൊണ്ടല്ലേ ഇരിക്കുന്നത്. ഇന്ന് ഈ സമയം നമുക്ക് ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിലേക്ക് മടങ്ങി വരുന്ന, ആരാധനയിലേക്ക് മടങ്ങി വരുന്ന, ദൈവാലയത്തിലേക്ക് മടങ്ങി വരുന്ന, ദൈവിക നന്മകളിലേക്ക് മടങ്ങി വരുന്ന, ഉണർവിലേക്ക് മടങ്ങി വരുന്ന, അവൻ ഉപവാസത്തിലേക്കും പ്രാർത്ഥനയിലേക്കും മടങ്ങി വരുന്ന ഒരു നല്ല കാലം ആത്മാവിൽ കർത്താവിന്റെ ദാസൻ വചനം എഴുതിയപ്പോൾ ആത്മാവിൽ എഴുതുകയാ, യഹോവേ പണ്ടത്തെ പോലെ ഒരു നല്ല കാലം ഞങ്ങൾക്ക് നൽകി തരണമേ. അവൻ തെക്കേ നാട്ടിലെ തോടുകളെ പോലെ പ്രവാസികളെ മടക്കി വരുത്തണമേ. പ്രവാസത്തിൽ കിടക്കുന്ന ചിലത്, പ്രവാസത്തിലായി പോയി ചിലത്, അടകറമൽ കമാനക ദുരകമനക ബബ നെഹമ്യാവ്, ആമേൻ, രാജധാനിക്കകത്തായിരിക്കുന്നത്, രാജകൊട്ടാരത്തിനകത്തായിരിക്കുന്നത്. പക്ഷെ നെഹമ്യാവിന്റെ ചിന്ത മുഴുവൻ കിടക്കുന്നത് പിതാക്കന്മാരുടെ കല്ലറകൾ ഇരിക്കുന്ന പട്ടണം, പിതാക്കന്മാരുടെ കല്ലറകൾ കിടക്കുന്ന പട്ടണം, ഈ കൊണ്ട് വെന്ത് ചുട്ട് വെണ്ണീറായി കിടക്കുന്ന അവൻ ആ പട്ടണത്തെ കുറിച്ച് ചിന്തയുള്ള ദൈവമനുഷ്യൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. അവൻ ഇന്ന് ഈ സമയം ആത്മാവിൽ പ്രാർത്ഥിക്കാം. അവൻ നമ്മുടെയൊക്കെ തലമുറകൾ, അവൻ സ്തോത്രം, കഴിഞ്ഞ നാളുകളിൽ, അവൻ കഴിഞ്ഞ 30 കൊല്ലങ്ങൾക്ക് മുൻപ്, 50 കൊല്ലങ്ങൾക്ക് മുൻപ്, കഴിഞ്ഞ ദശകങ്ങളിൽ പ്രാർത്ഥിച്ച മാതാപിതാക്കളുടെ മക്കൾ ഇന്ന് ഏറ്റവും ഉന്നത സ്ഥാനീയരായി അനേക രാജകീയ പദവികളിൽ വിരാജിക്കുമ്പോഴും ദൈവത്തെ മറക്കുന്ന ഒരു തലമുറ ഇതിനിടയിൽ അവൻ തഴച്ചു വളരുന്നതിന്റെ അനുഭവത്തിന്റെ നടുവിലും നമുക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കാം. അവൻ ഉണർവിന്റെ ഒരു തലമുറ, പ്രാർത്ഥിക്കുന്ന ഒരു തലമുറ, ദൈവകൃപ ഏറ്റെടുക്കുന്ന തലമുറ, മടങ്ങി വരുന്ന ഒരു തലമുറ, ഉപവസിക്കുന്ന തലമുറ, കരയുന്ന തലമുറ, അവൻ വീണുപോയവർക്ക് വേണ്ടി കരയുന്ന, മടങ്ങി വരവിന് വേണ്ടി കരയുന്ന, ഉണർവിന്റെ കാറ്റയക്കണമേ എന്ന് കരയുന്ന ഒരു തലമുറ എഴുന്നേറ്റ് വരാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വീട്ടിൽ തീരാത്ത വിഷയം ആലയത്തിനകത്തു തീരും. സ്തോത്രം. മുഷിച്ചിലും പ്രശ്നങ്ങളും, അവൻ സ്തോത്രം, പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഇട്ട് ഹല്ലേലൂയ പ്രതിയോഗി നമ്മെ മുഷിപ്പിക്കുമ്പോൾ ദൈവം നമ്മെ ഏൽപ്പിച്ച ദൈവകൃപ അവൻ സ്തോത്രം വൃഥാവാക്കി കളയാതെ കർത്താവിന്റെ രാജ്യത്തിനു വേണ്ടി ഓടുവാൻ അവൻ ഈ സമയം നമുക്ക് ആത്മാവിലും എഴുന്നേൽക്കാൻ തയ്യാറാകട്ടെ. ഹല്ലേലൂയ. അവൻ സ്തോത്രം പ്രതിയോഗി മുഷിപ്പിച്ചെന്ന് പറഞ്ഞ് ഹന്ന ആലയത്തിൽ പോകാതിരുന്നില്ല. പ്രതിയോഗി ബുദ്ധിമുട്ടിപ്പിച്ചെന്ന് പറഞ്ഞ് ഹന്നയുടെ ആരാധന ഹന്ന മുടക്കിയില്ല. അവൻ സ്തോത്രം, അവൻ ഒരാള് പ്രശ്നമുണ്ടാക്കിയെന്ന് പറഞ്ഞ് ഹന്നയുടെ പ്രാർത്ഥന ഹന്ന നിർത്തിയില്ല. ഹന്ന ആ തടസ്സത്തെയും തരണം ചെയ്തു. അവൻ ഇന്ന് ഈ സമയം എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളും തടസ്സങ്ങളെ തരണം ചെയ്ത് ആലയത്തിനകത്ത് മുഴങ്കാലുകൾ മടക്കി ആലയത്തിനകത്ത് പ്രാർത്ഥിക്കുന്ന ഒരു തലമുറയായി മാറുമെങ്കിൽ ആലയത്തിനകത്ത് ദൈവത്തെ ആരാധിക്കുന്ന നിലവാരത്തിനകത്ത് ആമേൻ ദൈവപ്രവൃത്തിക്ക് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അവൻ ദിനങ്ങൾ അവൻ സ്തോത്രം കൺമുൻപിൽ ഉണ്ട്. ദൈവപ്രവൃത്തികൾ വെളിപ്പെടുന്ന ദിനങ്ങൾ കൺമുൻപിലുണ്ട്. ദൈവപ്രവൃത്തികൾ വെളിപ്പെട്ടു വരുന്ന അവൻ നാളുകൾ കൺമുൻപിലുണ്ട്. ദൈവത്തിന്റെ കരം വെളിപ്പെടുവാനിടയാകും. അകൽ ഈ സമയം നമുക്ക് ആത്മാവിൽ ഒന്നിച്ച് പ്രാർത്ഥിക്കാം. രണ്ടാമത്തെ തടസ്സം പ്രതിയോഗി മുഷിപ്പിച്ചു. ഒന്നാമത്തെ തടസ്സം ഗർഭമടച്ചു. രണ്ടാമത്തെ തടസ്സം പ്രതിയോഗി മുഷിപ്പിച്ചു. സ്തോത്രം. അടുത്ത മൂന്നാമത്തെ തടസ്സം അത് വളരെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. സ്തോത്രം. ഭർത്താവായ എൽക്കാന പറയുകയാണ്, ഹന്നേ നീ എന്തിന് കരയുന്നു, എന്തിന് പട്ടിണി കിടക്കുന്നു, നീ വ്യസനിക്കുന്നത് എന്ത്? 3 ചോദ്യം എൽക്കാന ചോദിക്കുകയാണ്. ഹന്നേ നീ എന്തിന് കരയുന്നു, എന്തിന് പട്ടിണി കിടക്കുന്നു, നീ വ്യസനിക്കുന്നതെന്ത്? സ്തോത്രം. അപ്പോൾ എൽക്കാനയ്ക്ക് അറിയാം ഹന്ന കരയുകയാണെന്നും ഹന്ന വ്യസനിക്കുകയാണെന്നും
ഹന്ന പട്ടിണി കിടക്കുകയാണെന്നും എൽക്കാനയ്ക്കറിയാം. സ്തോത്രം. എൽക്കാന ചോദിക്കുന്ന ഒരു ചോദ്യം, ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നല്ലവനല്ലയോ, 10 പുത്രന്മാരെക്കാൾ നല്ലവനല്ലയോ എന്ന് പറഞ്ഞു. സ്തോത്രം. ഞാൻ ഇന്നെടുത്ത ചിന്തയ്ക്കകത്തേക്ക് ഞാനതൊരു പോയിന്റ് ആയിട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്, എൽക്കാന ശരിക്കും പറഞ്ഞ ലക്ഷ്യം തിരിച്ചുവിടാനൊന്ന് നോക്കി. സ്തോത്രം. ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നന്നല്ലേ, അവൻ നല്ല ഭർത്താവായിട്ട് ഞാൻ കൂടെ ഇരിപ്പില്ലേ. പക്ഷെ ഹന്നെ അതിനകത്തും ഒതുങ്ങിയില്ല. ഹന്നെ അതിനകത്ത് ഒതുങ്ങിയെങ്കിൽ അവൻ, സ്തോത്രം, അവൻ ഒരു ശമൂവേൽ പുറത്തു വരികയില്ലായിരുന്നു. സ്തോത്രം. ഹന്നയ്ക്ക് ആവശ്യം ഒരു മകനാണെങ്കിൽ ദൈവത്തിന് ആവശ്യം ദാൻ മുതൽ ബർഷേബ വരെ അറിയപ്പെടുന്ന ദൈവത്തിന്റെ വിശ്വസ്ത പ്രവാചകനായ ശമൂവേലിനെയാ ദൈവത്തിന് ആവശ്യം. ആകയാൽ ഇന്ന് നാം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നാം ഏറ്റെടുക്കേണ്ട ദൈവിക ദൂത് എന്താണെന്നറിയാമോ? പലരും പല രീതിയിൽ, പല വഴികളിൽ, പല റൂട്ടുകളിൽ ദൈവിക പദ്ധതികളെ വഴി തിരിച്ചുവിടാൻ എന്നവണ്ണം നമ്മുടെ മുന്നിൽ കടന്നു വന്നാൽ ആത്മാവിൽ ദൈവകൃപ പ്രാപിച്ചിരിക്കുന്ന ദൈവജനം അതിനെ വിവേചിച്ചറിയണം. ദൈവ സ്നേഹത്തിൽ പൊതിഞ്ഞ വിലക്കുകളെ പോലും, സ്തോത്രം, മനസ്സിലാകുന്നവർക്കായി സ്തോത്രം, സ്നേഹത്തിൽ പൊതിഞ്ഞ വിലക്കുകളെ പോലും ആത്മാവിൽ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിച്ച് മുന്നേറണം. ദൈവത്തിനാവശ്യം ശമൂവേൽ എന്ന പ്രവാചകനെയാ. ദൈവത്തിനാവശ്യം ജനത്തെ നിയന്ത്രിക്കുന്ന, ജനത്തെ ദൈവകൃപയിലേക്ക് വഴിതിരിച്ചു കൊണ്ടുവരുന്ന, സ്തോത്രം, പെട്ടകത്തോട് ചേർന്ന് കിടക്കുന്ന അടിയനോട് സംസാരിക്കണമേ എന്ന് സ്തോത്രം, ദൈവഹിതത്തിന് വിധേയപ്പെടുത്തുന്ന ഒരു ശമൂവേലിനെയാണ് ദൈവത്തിന് ആവശ്യം. സ്തോത്രം. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ള എത്ര പേർക്ക് പറയാൻ കഴിയും, കർത്താവേ എന്നോട് സംസാരിക്കണം, അടിയനിതാ, ഐ ആം ഹിയർ, എന്നോട് സംസാരിക്കണം, അങ്ങയുടെ പദ്ധതികൾ എന്താ എന്നോട് അറിയിക്കണം, എന്നെക്കുറിച്ചുള്ള പദ്ധതികൾ എന്താ, എന്നെക്കുറിച്ചുള്ള ആലോചനകൾ എന്താ, ഞാൻ എന്തായി തീരണം, ഞാൻ എങ്ങനെയായി തീരണം, ഈ രാജ്യത്ത് ഞാൻ എന്തായി തീരണം, ഈ രാജ്യത്ത് ഞാൻ അങ്ങയുടെ നാമത്തിന് വേണ്ടി ഏതു രീതിയിലാണ് പ്രവർത്തിക്കേണ്ടത്, ഈ ദേശത്ത് ഞാൻ കർത്താവിന് വേണ്ടി എങ്ങനെയാണ് നിൽക്കേണ്ടത്, എന്നെക്കുറിച്ചുള്ള പദ്ധതികൾ വെളിപ്പെടുത്തി തരണം. അതിനെതിരെയുള്ള വിലക്കുകളെയും കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തരണം. ദൈവിക പദ്ധതികളുടെ വഴിതിരിക്കാൻ നോക്കുന്ന, ദൈവിക പദ്ധതികളെ വിലക്കാൻ നോക്കുന്ന, നമ്മെക്കുറിച്ചുള്ള ദൈവിക ആലോചനയിലേക്ക് വിടാതെ, നമ്മെക്കുറിച്ചുള്ള ദൈവിക വഴിയിലേക്ക് നമ്മെ വിടാതെ തടയാൻ നോക്കുന്ന വിലക്കുകളെ ആത്മാവിൽ തിരിച്ചറിയുവാനുള്ള ആത്മീക കണ്ണുകൾ പ്രകാശിക്കപ്പെടേണ്ടതിന് ഈ സമയം നമുക്ക് ആത്മാവിൽ ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ദൈവിക പദ്ധതികളെ തകിടം മറിക്കുവാൻ നോക്കുന്ന ദുഷ്ടന്റെ പദ്ധതികൾ, ദുഷ്ടന്റെ ദുരാലോചനകൾ, ദൈവഹിതമല്ലാത്ത പദ്ധതികൾ, ഇരുളിന്റെ പ്രവർത്തികൾ, അധർമ്മ പ്രവർത്തികൾ, ഹല്ലേലൂയ, വാഴ്ചകൾ, അധികാരങ്ങൾ, അന്ധകാരത്തിന്റെ ലോകാധിപതികൾ, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനകൾ, ഈ പദ്ധതികളെ തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളെയും, എല്ലാ സങ്കല്പങ്ങളെയും സ്തോത്രം, ഇടിച്ചു കളഞ്ഞ് ദൈവാത്മാവിൽ മുന്നേറുന്ന ഒരു കൂട്ടമായി ആത്മാവിൽ നമുക്ക് എഴുന്നേൽക്കാം. ഹല്ലേലൂയ. ഈ ഡാളസ് പ്രയർ ലൈനിൽ ജോയിൻ ചെയ്യുന്ന ഓരോ ദൈവ പൈതലിനും, ഓരോ ദൈവദാസിമാർക്കും, ഓരോ ദൈവദാസന്മാർക്കും ദൈവം അതിനുള്ള കൃപ നൽകുമാറാകട്ടെ. ഹല്ലേലൂയ. ആത്മാവിൽ നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ. സ്തോത്രം. അടുത്ത 4ാമത്തെ തടസ്സം, തെറ്റിദ്ധരിക്കുന്ന ആത്മീയർ. സ്തോത്രം. അവിടെ നാം താഴോട്ട് വരുമ്പോൾ 9ാം വാക്യത്തിന്റെ അവസാന ഭാഗത്താ കാണുന്നത്, പുരോഹിതനായ ഏലി യഹോവയുടെ മന്ദിരത്തിന്റെ വാതിൽക്കൽ ആസനത്തിൽ ഇരിക്കുകയായിരുന്നു. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു. അവൾ ഒരു നേർച്ച നേർന്നു. സ്തോത്രം. അതിന്റെ 12ാം വാക്യം വായിക്കുകയാണ്. ഇങ്ങനെ അവൾ യഹോവയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏലി അവളുടെ വായെ സൂക്ഷിച്ചു നോക്കി. ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അതരം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾപ്പാനില്ലായിരുന്നു. ആകയാൽ അവൾക്ക് ലഹരി പിടിച്ചിരിക്കുന്നു എന്ന് ഏലിക്ക് തോന്നിപ്പോയി. സ്തോത്രം. അവിടെ
ഒത്തിരി വാചകങ്ങൾ എന്റെ ഹൃദയത്തെ തൊടുന്നുണ്ട്. പക്ഷെ ആ ഭാഗത്തേക്കൊന്നും ഞാൻ കേറുന്നില്ല. അവിടെ ഇങ്ങനെ കാണുന്നു, ആമേൻ, സ്തോത്രം. അവൾ ഹൃദയം കൊണ്ടു സംസാരിച്ചു. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് അധരചർവണം മാത്രമല്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് അധരം കൊണ്ട് സംസാരിക്കുന്നത് മാത്രമല്ല, ഹൃദയം കൊണ്ടും ദൈവത്തോട് സംസാരിക്കാം. ഹൃദയം കൊണ്ടും ദൈവത്തോട് നമുക്ക് കാര്യങ്ങളെ പറയാം. ഹൃദയം കൊണ്ടും നമ്മുടെ വിഷയങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഹന്നയുടെ പ്രാർത്ഥനയെ ഏലി തെറ്റിദ്ധരിച്ചു. തെറ്റിദ്ധരിക്കുന്ന ആത്മീയർ മനമുരുകി ഹൃദയം പകർന്ന് ഹന്ന ദൈവാലയത്തിൽ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അവരുടെ നേതാവായിരിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ പുരോഹിതനായിരിക്കുന്ന, പാസ്റ്റർ ആയിരിക്കുന്ന ഏലി പറയുകയാണ്, ഹന്നയ്ക്ക് ലഹരി പിടിച്ചിരിക്കുന്നു. വീഞ്ഞു കുടിച്ച് അധികമായി പോയതിനാൽ അവൾക്ക് ലഹരി പിടിച്ചിരിക്കുന്നു. സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും ഒരു ആത്മീയ തലമുണ്ട്, അല്ലെ? എല്ലാവർക്കും ഒരു ആത്മീയ തലമുണ്ട്. അതിൽ നമ്മെ നയിക്കുന്നവർ ഉണ്ട്. സ്തോത്രം. അവർക്ക് നമ്മുടെ മേൽ വലിയ സ്വാധീനമുണ്ട്. സ്തോത്രം, നമ്മുടെ മേൽ വലിയ സ്വാധീനമുണ്ട്. ഈ മീറ്റിങ്ങിനകത്തിരിക്കുന്ന എല്ലാവർക്കും ഒരു ആത്മീയ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ദൈവദാസന്മാർ, ദൈവദാസിമാർ എല്ലാം നിങ്ങളുടെ ആത്മീയ തലത്തിലുണ്ട്. സ്തോത്രം. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ സങ്കടം വന്നാൽ, ഒരു വീഴ്ച പറ്റിയാൽ, മനം തകരുന്ന വിഷയങ്ങൾ നേരിട്ടാൽ, പ്രതിസന്ധികൾ വന്നാൽ, പ്രതികൂലങ്ങൾ വന്നാൽ, ഒറ്റപ്പെടുത്തുന്ന അനുഭവങ്ങൾ വന്നാൽ, ശൂന്യതകൾ വന്നാൽ, ഞെരുക്കങ്ങൾ വന്നാൽ, അവർ എന്ത് ചെയ്യണം? ചേർത്തു പിടിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യണം. പകരം കുറ്റപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ വേദന വലുതായി തീരും. സ്തോത്രം. ചികിത്സിച്ച്, ആമേൻ, സ്തോത്രം, ചെറിയ പിന്നുകൊണ്ട് എടുക്കേണ്ട വിഷയം വലിയ ആയുധം കൊണ്ട് എടുക്കേണ്ട നിലവാരത്തിലേക്ക് അത് മാറിപ്പോകും. സ്തോത്രം. എന്നാൽ ഇവിടെ നോക്കുക, ഈ നാലാമത്തെ തടസ്സത്തെയും ഹന്ന പ്രാർത്ഥിച്ച് അതിജീവിക്കുന്നു, പ്രാർത്ഥനയാൽ തരണം ചെയ്യുന്നു. സ്തോത്രം. ആത്മാവിൽ എന്റെ കൂടെ നിൽക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അനു ബിജു, സരോജിനി അമ്മ, ശാന്തമ്മ ജോർജ്, മേരിക്കുട്ടി, ഈ ഡിവൈസുകൾ അകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ആമേൻ, നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. ദൈവകരം നമ്മോട് കൂടെയുണ്ട്. സ്തോത്രം. ഒരു പക്ഷേ തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം, പ്രതിസന്ധിയിലായി പോയേക്കാം, വെല്ലുവിളിക്കകത്തായി പോയേക്കാം. പക്ഷെ പ്രാർത്ഥനയാൽ തടസ്സങ്ങളെ തരണം ചെയ്യാൻ ഇന്ന് ഈ സമയം ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ? ഒന്നാമത്തെ തടസ്സം നമ്മൾ കണ്ടല്ലോ, അടയ്ക്കപ്പെട്ടു, ഗർഭം അടഞ്ഞുപോയി. രണ്ടാമത്തെ തടസ്സം പ്രതിയോഗി മുഷിപ്പിച്ചു. മൂന്നാമത്തെ തടസ്സം ലക്ഷ്യം തിരിച്ചുവിടാൻ നോക്കിയ എൽക്കാന. സ്തോത്രം. നാലാമതാണ് ആത്മതലത്തിൽ നിന്നും ഒരു വിഷയം വരുന്നത്. സ്തോത്രം. ഒന്നാമത്തെ വിഷയം കാണാൻ പറ്റുന്നതല്ല. ഗർഭം അടച്ചു എന്ന് വചനം എഴുതിയിരിക്കുന്നത് കൊണ്ട് അറിയാം. പക്ഷേ നഗ്നനേത്രങ്ങൾ കൊണ്ട് ഗർഭം അടഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റത്തില്ല. സ്തോത്രം. രണ്ടാമത്തെയും മൂന്നാമത്തെയും വിഷയം വീടിനകത്തുള്ളതാ. എന്നാൽ നാലാമത്തെ വിഷയം ആത്മതലത്തിൽ വരുന്നത്, സഭാതലത്തിൽ, ആത്മീയ തലത്തിൽ കയറി വരുന്നത്. സ്തോത്രം. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളാണല്ലോ ഈ മീറ്റിങ്ങിനകത്തിരിക്കുന്നവർ. 24/7 പ്രയർ ലൈനിനകത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളായതുകൊണ്ട് തന്നെ ഇത് വേഗത്തിൽ തിരിച്ചറിയുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഞാൻ പറയുന്ന ആശയങ്ങൾ. സ്തോത്രം. ആമേൻ. കാണാൻ പറ്റാത്തതാണെങ്കിലും, നഗ്നനേത്രങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്തതാണെങ്കിലും, നഗ്നനേത്രങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണെങ്കിലും, സ്തോത്രം, വീടിനകത്തുള്ളതാകട്ടെ, ദേശത്ത് നിന്ന് വെളിപ്പെടുന്നതാകട്ടെ, ആത്മതലങ്ങളിൽ നിന്ന് വെളിപ്പെടുന്നതാകട്ടെ, ആമേൻ, സ്തോത്രം, ഏത് മേഖലകളിൽ നിന്ന് വെളിപ്പെട്ടു വരുന്നതാണെങ്കിലും, 4 സൈഡുകളിൽ നിന്നും വന്ന് തടസ്സങ്ങളായിട്ട് വെളിപ്പെടുന്ന മേഖലകളാണെങ്കിലും പ്രാർത്ഥിച്ച് തരണം ചെയ്യുന്ന ഒരു കൂട്ടം ഈ മീറ്റിങ്ങിനകത്തുണ്ട്. പ്രാർത്ഥിച്ച് തരണം ചെയ്യാൻ കഴിയുന്ന ദൈവജനമാണ് ഇതിനകത്തിരിക്കുന്നത്. പ്രാർത്ഥിച്ചാൽ അവൻ മാറാത്ത തടസ്സങ്ങളില്ല. പ്രാർത്ഥിച്ചാൽ മാറാത്ത വിഷയങ്ങളില്ല. പ്രാർത്ഥിച്ചാൽ മാറാത്ത പ്രതികൂലങ്ങളില്ല. പ്രാർത്ഥിച്ചാൽ മാറാത്ത വെല്ലുവിളികളില്ല. പ്രാർത്ഥനയ്ക്ക് ചലിപ്പിക്കാൻ കഴിയാത്ത പ്രതിസന്ധികളില്ല. സ്തോത്രം. നാം എല്ലാവരും കേൾക്കുന്ന കാര്യമാണ്, പ്രാർത്ഥനയാൽ നടന്നു,
പ്രാർത്ഥിച്ചു, ദൈവം അത്ഭുതം ചെയ്തു. പ്രാർത്ഥിച്ചു, ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ഞങ്ങൾ ദിവസങ്ങൾ പ്രാർത്ഥിച്ചു, ഞങ്ങൾ മാസങ്ങൾ പ്രാർത്ഥിച്ചു, ദൈവം അത്ഭുതം ചെയ്തു. ഞങ്ങൾ ദിവസങ്ങളോളം പ്രാർത്ഥിച്ചു, ദൈവം വിടുതൽ അയച്ചു. അവൻ ഇങ്ങനെ ഒത്തിരി സാക്ഷ്യങ്ങൾ, ഞാൻ പറയുന്നതിനേക്കാൾ വലിയ സാക്ഷ്യങ്ങൾ പറയാൻ കഴിയുന്നവർ ഈ മീറ്റിങ്ങിനകത്തുണ്ട്. അകൽ ഇന്ന് ഈ സമയം ഞാൻ ആത്മാവിൽ ഒന്നുകൂടെ ഉറപ്പിക്കുവാൻ കൈമാറട്ടെ. പ്രതിയോഗി മുഷിപ്പിച്ചാലും, അവൻ വാതിലുകൾ അടച്ചാലും, ഗർഭം അടച്ചാലും, അവൻ സ്തോത്രം, ഹല്ലേലൂയ, അവൻ ആരെങ്കിലും വഴി തടയുവാൻ നോക്കിയാലും, വാതിലുകൾ അടയ്ക്കുവാൻ നോക്കിയാലും, അവൻ സ്തോത്രം, മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കാതെ നിന്നു എന്ന് വന്നാലും, അവൻ ഈ സമയം ആത്മാവിൽ ദൈവകൃപ പ്രാപിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ജനം ഒന്നിച്ച് ആത്മാവിൽ അല്പസമയം പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും കാണും പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും കാണും വ്യക്തിപരമായ വിഷയങ്ങൾ, എന്നോട് പറയാൻ കഴിയുന്നത് കാണും. അവൻ ഈ ലൈനിൽ അവൻ സ്തോത്രം, നിങ്ങളുടെ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് കോമൺ ആയിട്ട് പറയാൻ കഴിയുന്ന പ്രയർ സബ്ജക്റ്റുകൾ കാണും. അല്ല, അങ്ങനെ പറയാൻ പറ്റാത്ത രഹസ്യമായ വിഷയങ്ങൾ കാണും. എന്തു തന്നെയാണെങ്കിലും അവൻ സ്തോത്രം, വിഷയങ്ങളുടെ ആഴവും പരപ്പും അവൻ കൃത്യതയോടെ മനസ്സിലാക്കുന്ന, അവൻ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളോട് കൂടിയ ദൈവ സാന്നിധ്യത്തിനകത്തിരിക്കുന്ന ദൈവ പൈതലെ, മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, അവൻ ആത്മാവിൽ ഈ സമയം പ്രാർത്ഥിക്കാം. അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവൻ കൂടെയുണ്ട്. അവന്റെ പേര് അത്ഭുത മന്ത്രി എന്നാണ്. അവൻ ഇന്നും അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ്. അടവൽ പ്രമാനകം ദുരക ജഗൽ കമാനക ബബ. അല്പസമയം എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ട്? അല്പസമയം നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ചില മിനിറ്റുകൾ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. റിമനക ദുരക ജനക റിഗദരകമനക ബബ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തെ അവൻ പുറത്ത് പറയാൻ കഴിയുന്ന വിഷയങ്ങളുണ്ട്, പുറത്ത് പറയാൻ കഴിയാത്ത വിഷയങ്ങളുണ്ട്, ഗർഭം അടച്ചതുപോലെയുള്ള വിഷയങ്ങളുണ്ട്. ഗർഭദ്വാരത്തിൽ വന്നിട്ട് ഇപ്പോൾ കിട്ടും, അവൻ വിജയത്തിന് അരികിൽ വന്നിട്ട് ഇപ്പോൾ അത് നടക്കുമെന്ന് പറഞ്ഞ് കൈവിട്ടുപോയ വിടുതലുകളുണ്ട്. എന്തൊക്കെയാണെങ്കിലും നിരാശപ്പെട്ടിരിക്കുന്നവർ ഇതിനകത്തുണ്ട്, വേദനിക്കപ്പെട്ടിരിക്കുന്നവർ ഇതിനകത്തുണ്ട്, അവൻ നൊമ്പരപ്പെട്ടിരിക്കുന്നവർ ഇതിനകത്തുണ്ട്, മനക്ലേശത്തിലായിരിക്കുന്നവർ ഇതിനകത്തുണ്ട്. അവൻ സ്തോത്രം, മനക്ലേശവും നൊമ്പരവും അനുഭവിച്ചിട്ട് അവൻ പുറത്താരോടും അത് പറയാൻ കഴിയാതെ പുറത്തു നിൽക്കുന്നവരെ ആശ്വസിപ്പിക്കേണ്ടിയവരാ. അവൻ സ്തോത്രം, കൂടെ നിൽക്കേണ്ടവർ മുഴുവൻ ആശ്വസിപ്പിക്കേണ്ടിയവരായതുകൊണ്ട് അവരോട് പോലും പറയാൻ കഴിയാതെ നൊമ്പരങ്ങൾ ഉള്ളിലടക്കി, വേദനകൾ ഉള്ളിലൊതുക്കി, അവൻ നിരാശകൾ ഉള്ളിലൊതുക്കി, പുറമേ ചിരിച്ച്, പുറമേ സന്തോഷിച്ച്, ജീവിതത്തിന്റെ വഴിത്താരകളിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന വ്യക്തിത്വങ്ങൾ ഈ മീറ്റിങ്ങിനകത്തുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി അവരോട് ഇടപെടുകയാ. പ്രാർത്ഥനയ്ക്ക് ചലിപ്പിക്കാൻ കഴിയാത്ത സിംഹാസനങ്ങളില്ല, പ്രാർത്ഥനയ്ക്ക് തുറക്കാൻ കഴിയാത്ത വാതിലുകളില്ല, പ്രാർത്ഥനയ്ക്ക് തുറക്കാൻ കഴിയാത്ത വഴികളില്ല. അവൻ ദൈവത്തിന്റെ വഴി ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലുമുണ്ട്. ദൈവം കാറ്റിനോട് കൽപ്പിച്ചാൽ വഴിയുണ്ട്. റബൽ കമാനകം ദുരഗജകൾ കമാനകത്തുരമനക ബബ അരഗതികനക റഗത്തുരമനക ശംദുരാദികൾ കമാനക ബബ. ആത്മാവിൽ ദൈവജനം ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. സംസാരിക്കാണല്ലോ ഓർക്കുക. നിങ്ങൾ പ്രാർത്ഥന നിർത്തണം, നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ചു. ഈ സമയം ദൈവകരം നമുക്ക് വെളിപ്പെടട്ടെ. എനിക്ക് ഉറപ്പുണ്ട് ദൈവം ഒരു നിയോഗം തരികയാണ്. നാം ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ ദൈവസാന്നിധ്യം നിഴലിടുകയാണ്. ദൈവത്തിന്റെ കരം വെളിപ്പെടുകയാണ്. ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ, ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നവനായി കൂടെ വെളിപ്പെടുകയാണ്. അവന്റെ ദാസൻ ഓർപ്പിപ്പിച്ചതുപോലെ സാന്നിധ്യം കൂടെ വെളിപ്പെടുകയാണ്. ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ വെളിപ്പെടുകയാണ്. ഇപ്പൊ പറയും, എന്റെ സാന്നിധ്യം കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. സ്വസ്ഥത നഷ്ടപ്പെട്ട ദൈവവൈദ്യനെ സ്വസ്ഥത വെളിപ്പെടാൻ പോകുകയാ, സ്വസ്ഥത വെളിപ്പെടാൻ പോകുകയാ. സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന വിഷയങ്ങൾക്കകത്ത് ഡിവൈസിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ശാന്തമ ജോർജ് ഡിവൈസിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ജോജു ഡിവൈസിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർ, മേരിക്കുട്ടി ആ ഡിവൈസിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർ, കടുകോയിക്കൾ ജോയ് ആ ഡിവൈസിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ലാലി തുമ്പി അൽബറഗല ധുരമന റഗൽ കമാനക ധുരക
പാസ്റ്റർ രമേശ് കുമാർ, ഏലിയാമ്മ തോമസ്, അവൻ സണ്ണി, അവൻ ഈ ഡിവൈസിനകത്തിരിക്കുന്നവരൊക്കെ ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. ചില കർത്താവേ സ്തോത്രം 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 മുഷ്ടിത്തിൽ അനുഭവിച്ചവൾ, മുഷ്ടിത്തിൽ കേട്ടവൾ, വ്യസനിച്ചവൾ, കരഞ്ഞ് പട്ടിണി കിടന്നവൾ, കരഞ്ഞവൾ, ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചു, ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചു, ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചു. അവൻ പ്രാർത്ഥിച്ച തടസ്സങ്ങളെ അവൾ അതിജീവിച്ചു. അവൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചു. എൽക്കാന കൂടെ പോയെന്ന് വചനം എഴുതിയിട്ടില്ല, പെനീന കൂടെ പോയെന്ന് വചനം എഴുതിയിട്ടില്ല. അവൻ എൽക്കാനയുടെ മറ്റു മക്കൾ ആരും കൂടെ ചെന്നെന്ന് വചനം എഴുതിയിട്ടില്ല. അവൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചു. അവൾ ഒറ്റയ്ക്ക് ദൈവസന്നിധിയിൽ നിന്നു. അവളുടെ വിഷയത്തിനകത്ത് അവളുടെ നിന്ന വിഷയത്തെ അവൾ മറുപടി ഏറ്റുവാങ്ങിയെങ്കിൽ അവൾ പ്രാർത്ഥന നിർത്തണ്ട. ദൈവാത്മാവ് ചില വാതിലുകളെ തുറക്കാൻ പോകുകയാ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില വാതിലുകളെ തുറക്കാൻ പോകുകയാ. ദൈവത്തിന്റെ ചില പ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാനുണ്ട്. ദൈവത്തിന്റെ ചില വാതിലുകൾ, അസാധാരണമായ വഴികൾ അവൻ ജീവിതത്തിന്റെ മേൽ തുറന്നു തരുവാനുണ്ട്. ആത്മാവിലെ ദിവസങ്ങളിൽ പിന്നെയും പ്രാർത്ഥിക്കട്ടെ, മടുത്തുപോകാതെ പ്രാർത്ഥിക്കട്ടെ. ദൈവാത്മാവ് കർത്താവിന്റെ ദാസിയോട് ഇടപെടുകയാ. രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ? ദൈവദാസി ഒരു പ്രതിക്രിയ ഉണ്ട്, ഒരു പ്രതിക്രിയ ഉണ്ട്, ഒരു പ്രതിക്രിയ കാണാൻ പോകുകയാ. പ്രതിയോഗി നിമിത്തം മുഷിഞ്ഞവൾ, പ്രതിയോഗി നിമിത്തം മുഷിഞ്ഞ വിധവ ന്യായാധിപന്റെ അടുക്കൽ അവനവളുടെ കേസുമായി അവളുടെ വിഷയവുമായി അവൾ കടന്നു ചെല്ലുമ്പോൾ ന്യായാധിപൻ ഗൗനിക്കുന്നില്ല. എന്നാൽ ഒടുവിൽ അവൻ പറയുകയാ, ഇവൾ വന്നെന്റെ മുഖത്തടിക്കുമെന്ന് ഉള്ളുകൊണ്ട് പറയുകയാ. അവൻ ദൈവത്തെ ഭയമില്ലാത്ത, മനുഷ്യന് സംഘയില്ലാത്ത, അവൻ മാനുഷികനായ ഒരു ന്യായാധിപൻ ഇങ്ങനെയാണെങ്കിൽ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃതൻ കാര്യത്തിൽ ദൈവം എഴുന്നേൽപ്പിക്കാതിരിക്കുമോ? ശുശ്രൂഷയെ ദൈവം എഴുന്നേൽപ്പിക്കാതിരിക്കുമോ? വാതിലുകളെ തുറക്കാതിരിക്കുമോ? വഴികളെ തുറക്കാതിരിക്കുമോ? ഉണർവിനെ അവൻ ഉണർവിന്റെ കാറ്റവൻ അടിപ്പിക്കയില്ലയോ? ആത്മീക കണ്ണുകൾ തുറക്കപ്പെട്ട ഒരു ജനം എഴുന്നേൽക്കത്തില്ലേ? അവൻ പ്രാർത്ഥനയാൽ കഴിയും, പ്രാർത്ഥനയ്ക്ക് കഴിയും, പ്രാർത്ഥനയ്ക്ക് കഴിയും. അവൻ ഇന്നു രാത്രി, അവൻ ഈ പ്രഭാതത്തിൽ, ആമേൻ ആമേൻ ആമേൻ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരു കർത്താവിന്റെ ദാസൻ ഒരിക്കൽ പ്രാർത്ഥിച്ചപ്പോൾ ഒരു വാചകം പറഞ്ഞത് ഇന്ന് എന്നോടൊരു ദൈവദാസി പറയാനിടയായി. ആ ദൈവദാസൻ പറഞ്ഞത്രേ, കർത്താവേ, അങ്ങ് നോക്കിയാൽ ഈ പേരുള്ള ഒത്തിരി പേരെ കിട്ടുമായിരിക്കും, അങ്ങ് നോക്കുമ്പോൾ ഈ പേരുള്ള ഒത്തിരി പേര് കാണുമായിരിക്കും, പക്ഷെ കർത്താവേ, എനിക്ക് അങ്ങ് മാത്രമേ ഉള്ളൂ, എനിക്ക് കർത്താവ് എന്നു പേരുള്ള അങ്ങേ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. ആമേൻ, സ്തോത്രം. അദ്ദേഹം പ്രാർത്ഥിച്ച വിഷയത്തിനകത്ത് മറുപടി ലഭിച്ചു എന്ന് അവനൊരു ദൈവദാസി സാക്ഷ്യം പറഞ്ഞു കേൾക്കാനിടയായി. ഈ സമയം നമുക്ക് ആ ദൈവദാസിന്റെ വാക്കുകളെ കടമെടുക്കാം. ആമേൻ. കർത്താവ് നോക്കുമ്പോൾ ഒത്തിരി സന്ധ്യമാര് കാണും, കർത്താവ് നോക്കുമ്പോൾ ഒത്തിരി ജാസ്മിൻമാർ ഈ പ്രപഞ്ചത്തിൽ കാണും, പക്ഷേ അവൻ ഈ ജാസ്മിൻ ജോസഫായ എനിക്ക് കർത്താവ് മാത്രമേ ഉള്ളൂ, അവൻ കർത്താവിൽ മാത്രമേ ആശ്രയിക്കാനുള്ളൂ. അവൻ ഇന്ന് ഈ സമയം നമുക്ക് ഒരുമിച്ചൊന്ന് പറയാം, കർത്താവേ, അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ ആശ്രയം. അപ്പോൾ ഞങ്ങൾ മനുഷ്യരിൽ ആശ്രയിക്കുന്നില്ല, ഞങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നില്ല, ഞങ്ങൾ മറ്റൊന്നിലും ആശ്രയിക്കുന്നില്ല, ഞങ്ങൾ കർത്താവിൽ മാത്രം ആശ്രയിക്കുകയാണ്.
ജനക റിഗധരക മനക റഗതുര മനക റഗോനികം ധരക മനക അടകൽക്കമാനകത്തുരക മനക റഗൽക്കമാനകത്തുരാജകൽക്കമാനകത്തുര മനക. ഓ മണവാളനും മണവാട്ടിയും മുലകുടിക്കുന്ന കുഞ്ഞുങ്ങളും ശിശുക്കളും പൈതങ്ങളും യൗവനക്കാരത്തികളും ഉള്ളറ വിട്ട് പുറത്തു വരട്ടെ. പുരോഹിതന്മാർ പുറത്തു വരട്ടെ. ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവർ പുറത്തു വരട്ടെ. ഉപവാസത്തോടും കരച്ചിലോടും കൂടെ ദൈവസന്നിധിയോട് അടുക്കട്ടെ. ആമേൻ ആമേൻ. കരഞ്ഞ ജനം, പ്രാർത്ഥിച്ച ജനം, വചനം എഴുതിയിരിക്കുകയാ. തളപ്പുര വീണ്ടും നിറഞ്ഞു, ചക്കുകളിൽ വീണ്ടും കവിഞ്ഞൊഴുകാൻ തുടങ്ങി, ഉൾപ്പുറങ്ങൾ വീണ്ടും പുൽമേടുകളായി മാറി. ആമൻ. തീക്കിരയായി തീർന്ന ഉണങ്ങിപ്പോയ കരിഞ്ഞുപോയ പുൽമേടുകളിൽ വീണ്ടും പുൽനാമുകൾ മുളച്ചു. കന്നുകാലികൾക്ക് തീറ്റ, മൃഗങ്ങൾക്ക് തീറ്റ ആവോളം ആമൻ തളപ്പുരകൾ കവിഞ്ഞൊഴുകാൻ തുടങ്ങി. ചക്കുകളിൽ വീഞ്ഞ് കവിഞ്ഞൊഴുകാൻ തുടങ്ങി. അവൻ വയലിനകത്ത് സമൃദ്ധി വെളിപ്പെട്ടു, ആലയത്തിനകത്ത് സമൃദ്ധി വെളിപ്പെട്ടു. ഒരു ഉണർവ് വെളിപ്പെട്ടു. പച്ചപ്പുഴുവും വെട്ടിലും പുള്ളനും ഒക്കെ തിന്നുകളഞ്ഞ സംവത്സരം മടങ്ങി വന്നു. ആമേൻ. ഈ സമയം നമുക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കാം. രാജ്യങ്ങൾ മടങ്ങി വരട്ടെ. ആമേൻ. അമേരിക്ക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, ഐലൻഡുകൾ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരട്ടെ. യൂറോപ്യൻ രാജ്യങ്ങൾ, പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ, ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾ, GCC രാജ്യങ്ങൾ, ഇന്ത്യ മഹാരാജ്യം. ഉണർവ് ചലിക്കട്ടെ, ഉണർവ് വ്യാപരിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഒരുപാട് ശമൂവേൽ പ്രവാചകന്മാർ എഴുന്നേൽക്കട്ടെ. ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി നിൽക്കുന്ന, ദൈവിക പദ്ധതിക്ക് വേണ്ടി ചലിക്കുന്ന, ദൈവത്തിന്റെ നാവായി മാറുന്ന, ദൈവത്തിന്റെ ശബ്ദമായി മാറുന്ന ചില ശമൂവേൽമാർ, പ്രാർത്ഥിക്കുന്ന ഹന്നമാർ, വീക്ഷണമുള്ള ദൈവദാസന്മാർ എഴുന്നേറ്റ് വരട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് മനസ്സലിയണം, ഞങ്ങളുടെ രാജ്യങ്ങളോട് മനസ്സലിയണം, ഞങ്ങളുടെ പട്ടണങ്ങളോട് മനസ്സലിയണം, ഞങ്ങളുടെ ഗ്രാമങ്ങളോട് മനസ്സലിയണം, ഞങ്ങളുടെ ദൈവസഭകളോട് മനസ്സലിയണം, പ്രസ്ഥാനങ്ങളോട് മനസ്സലിയണം. ഓ കർത്താവേ, ആത്മീക ജ്വലനം സംഭവിക്കണം, ആത്മീക ജ്വലനം സംഭവിക്കണം. ഓ ആത്മീകമായി ഉയർത്തെഴുന്നേൽപ്പ് നടക്കണം. ആത്മീയരെന്ന് നടിക്കുന്നവരല്ല വേണ്ടത്, യഥാർത്ഥ ആത്മീയർ എഴുന്നേൽക്കണം. അടകം ദുരവന ഹത്തുര മനക റഗദൽ ഖമാനകം ധുരഗമനഗപം. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് നാഥ. ദൈവത്തിന്റെ കരം വെളിപ്പെടും, ദൈവ സാന്നിധ്യം വെളിപ്പെടും. കർത്താവേ, ആമേൻ. കുറെ നാളുകൾക്ക് ശേഷം കർത്താവിന്റെ ദാസി പറഞ്ഞതനുസരിച്ച് അമേൻ കർത്താവെ, ഈ മീറ്റിംഗിനകത്ത്, ഈ പ്രയർ ലൈനിൽ കടന്നു വരുവാൻ എളിയവളായ എനിക്കും കർത്താവിന്റെ വചനം ഷെയർ ചെയ്യാൻ കർത്താവ് ഒരുക്കി തന്ന അവസരത്തിനായി സ്തോത്രം. ഈ പ്രയർ ലൈനെ അനുഗ്രഹിക്കുന്നു കർത്താവെ. ഇത് അനേക രാജ്യങ്ങളെ ചലിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനാ കൂട്ടമായി മാറട്ടെ. അനേക ജീവിതങ്ങൾ ഇതിനോട് ചേർന്ന് വരട്ടെ. അനേക ദൈവദാസന്മാർ, അനേക ദൈവദാസിമാർ ഇതിനോട് ചേർന്ന് വന്ന് നിൽക്കട്ടെ. ദൈവത്തിന്റെ കരം വെളിപ്പെടുന്നതിനായി സ്തോത്രം. ഞങ്ങൾ കാണുന്നു കർത്താവെ, ഉണർവ് പോയിട്ടില്ല, ഉണർവ് നഷ്ടപ്പെട്ടിട്ടില്ല, ഉണർവ് മങ്ങിയിട്ടില്ല. ഒരു ഉണർവ് സംഭവിക്കും. ഞങ്ങൾ അത് വിശ്വസിക്കുകയാണപ്പാ. ദൈവത്തിന്റെ കരം കൂടെ ഇരിക്കും, അത്ഭുതം ചെയ്യും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് ഈ വചനങ്ങളാൽ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുക. സ്തോത്രം. കോവിഡിന്റെ ഔട്ട്ബ്രേക്കിന്റെ കാലത്ത് സ്തോത്രം, US-ൽ നിന്നും ഒരു ഫാമിലി നാട്ടിൽ വന്നു. അവർക്ക് അവർക്ക് പോകാൻ പറ്റുന്നില്ല. പോവാനായിട്ട് പല കാര്യങ്ങൾ അവർ ട്രൈ ചെയ്തു. സ്തോത്രം. അങ്ങനെ അവരുടെ പ്രാർത്ഥന വിഷയം ഞങ്ങളുടെ അടുക്കലും എത്തി. നിരന്തരം ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം മറ്റൊരു വീടിന്റെ ഒരു പ്രാർത്ഥനാ മുറിക്കകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരോട് ദൈവാത്മാവ് ഇപ്രകാരം ഇടപെട്ടത് ഞാൻ ഓർക്കുന്നു. സ്തോത്രം. ഇങ്ങനെയാണ് ആ ദൂത് സംസാരിച്ചത്. സ്തോത്രം.
അമേൻ. കെട്ടിടങ്ങൾ മുഴുവൻ അടഞ്ഞു കിടക്കുന്നു, റോഡുകളിൽ മുഴുവൻ ആംബുലൻസുകൾ നിരന്നു കിടക്കുന്നു. പ്രത്യേക തരത്തിലുള്ള യൂണിഫോമുകൾ ധരിച്ച ആളുകൾ ആംബുലൻസിൽ നിന്ന് വെളിയിൽ വരുന്നു. ഒത്തിരി ഡെഡ് ബോഡികൾ കയറ്റിക്കൊണ്ടുപോകുന്നു. കൂട്ടം കൂട്ടമായിട്ട് ശവശരീരങ്ങൾ കൂട്ടിയിട്ട് അടക്കുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. ലോകം വലിയൊരു ഭീതിയിലേക്ക് നീങ്ങാൻ പോകുന്നു. കോവിഡ് ഔട്ട് ബ്രേക്ക് ആകുന്നതേ ഉള്ളൂ. അമൻ സ്തോത്രം. അവർ ഭയന്നുപോയി, ഇത് എന്തൊരു ദൂതാണെന്നോർത്ത്. അമൻ അവരുടെ യാത്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നെ വിളിച്ച, പക്ഷെ ദൂത് ഇങ്ങനെയാ വെളിപ്പെട്ടത്. അടുത്ത ദൂത്, അമൻ ഇതെല്ലാം കഴിഞ്ഞ് ശാന്തമായി കഴിയുമ്പോൾ നിങ്ങൾ മടങ്ങിപ്പോകും. പക്ഷേ നിങ്ങൾ മടങ്ങി ചെല്ലുന്നതിന്റെ പുറകിൽ ട്രംപ് അധികാരമേൽക്കും. രാജ്യത്ത് ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കും. അവൻ സ്തോത്രം. അന്ന് ആ ദൂത് കേട്ടപ്പോൾ അവർ മടങ്ങി, ദൂത് കേട്ടു, കോവിഡ് വന്നു, കോവിഡ് അല്പം ഒന്ന് ശാന്തമായി. കോവിഡ് ശാന്തമായ സമയത്ത് അവർ മടങ്ങി ചെന്നു. അന്ന് ജോ ബൈഡൻ ആണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ പ്രസിഡന്റ്. അവൻ സ്തോത്രം. അന്ന് അവർ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞു, ആന്റി അന്ന് പറഞ്ഞ ദൂത് ട്രംപ് അധികാരം വെക്കുന്നല്ലോ, ട്രംപ് വന്നില്ലല്ലോ. അവൻ സ്തോത്രം. ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിയത്തില്ല, കർത്താവ് എന്നോട് പറഞ്ഞതാ, എന്താണെങ്കിലും ട്രംപ് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിട്ട് വന്നിരിക്കും. സ്തോത്രം. അവൻ ട്രംപ് പ്രസിഡന്റ് ആയതിനു ശേഷം ആദ്യത്തെ മെസ്സേജ് എനിക്ക് US നിന്ന് വരുന്നത് അവരുടേതാണ്. ആന്റി അന്ന് പറഞ്ഞതുപോലെ ട്രംപ് അധികാരം ഏറ്റിരിക്കുന്നു. ഒരു കാര്യം ഞാൻ പറയാം, ദൈവം അറിയാതെ, ദൈവം നിയോഗിക്കാതെ ഒരു ഭരണവും ഈ ലോകത്തിലില്ല. ദൈവം അനുവദിക്കാതെ ഒരു അധിപന്മാരും ഒരു കസേരയിലും ഇരിക്കത്തില്ല. പക്ഷെ നമ്മുടെ ചുമതലയാണ് സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന് വിശേഷാൽ അധികാരസ്ഥന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അവൻ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് ലേഖനം എഴുതുന്നു. ഞാൻ അതും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. നമുക്കൊരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി, രാജ്യം ഭരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവകരം ചലിക്കട്ടെ. എന്റെ മുൻപിലുള്ള സമയം തീരുകയാണ്. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് ഉണർവിന്റെ പങ്കാളികളാകാം, ഒരുമിച്ച് പ്രാർത്ഥനയിൽ തുടരാം, ഒരുമിച്ച് പ്രാർത്ഥനയിൽ കൈകോർക്കാം. ആമേൻ. സന്ധ്യ സിസ്റ്ററുടെ നിർബന്ധം, സന്ധ്യ സിസ്റ്ററെ സ്നേഹിക്കുന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് ടൈം ഇല്ലെങ്കിലും ഞാൻ മീറ്റിംഗിൽ ജോയിൻ ചെയ്തത്. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ മീറ്റിംഗിൽ കടന്നു വന്ന എല്ലാവരോടും, പ്രത്യേകിച്ചും ഡാലസ് പ്രയർ ലൈനിനോടുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ.